എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിയാൻഫ്ലോ അലങ്കാർ ബുട്ടിക്കിൽ നിന്നും അലങ്കാർ ബുട്ടിക്ക് തൃശ്ശൂര് നെല്ലിക്കുന്നും അതുപോലെ തന്നെ മാളയിലുമാണ് ഉള്ളത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ. ഒരു മിക്സിംഗ് കളക്ഷൻ ആണ് ആക്ച്വലി വരുന്നത്. സെമി മോഡൽ സിൽക്കിന്റെ കുറച്ച് സാരീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെമി ജൂട്ടിൽ കുറച്ച് സാരീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചന്തേരിയിലും സെമി ചന്തേരിയിലും കുറച്ച് സാരീസ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ്. നമുക്ക് വേഗം തന്നെ സാരീസ് കാണാം. അതിന് മുൻപായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. സെമി ചന്തേരി സാരീസില് ഫസ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ബേസ് വരുന്നത് സെമി ചന്തേരിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജാംദാനി വീവിംഗ് ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത്. ഇത് പെയിന്റിംഗ് അല്ല, ഇത് പ്രിന്റും അല്ല, വീവിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതിന്റെ ബാക്ക് സൈഡ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, വീവിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഫുൾ ത്രെഡ് വീവിംഗ് ആണ്. നല്ല ബ്യൂട്ടി, ശരിക്കും പെയിന്റിംഗ് പോലെ ഇരിക്കുന്ന ത്രെഡ് വീവിംഗ് ആട്ടോ ഇതിന് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓൾ ഓവർ ദ ബോഡി ഇതുപോലെ വീവിങ്സ് വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആവുമ്പോൾ ചെസ്റ്റ് പോർഷനിലായിട്ടും നല്ല ഒരു വീവിംഗ് വന്നിട്ടുണ്ട്. നല്ലൊരു ബേജ് ഷെയ്ഡിലേക്ക് പിങ്ക് കോമ്പിനേഷൻ, പിങ്ക് ഫ്ലോറൽ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് പിങ്കില് ഇതുപോലത്തെ ബ്രൊക്കേഡ് വീവിംഗ് വരുന്ന ടൈപ്പ് ഓഫ് ബ്ലൗസ് ആണോ. ഈ സാരിയുടെ കൂടെ ആ പിങ്ക് ബ്ലൗസും ഇട്ട് പെയർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനായിട്ട്. പിന്നെ ഇത് സ്ലൈറ്റ്ലി ട്രാൻസ്പെറന്റ് ആണ് ഈ സാരി വരുന്നത്. പക്ഷെ ഈ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്ത കുഴപ്പമൊന്നുമില്ല, നല്ല എലഗന്റ് ആയിട്ടായിരിക്കും. നല്ല ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ള സാരിയാണ്. സാരിയുടെ പ്രൈസിംഗ് വരുന്നത് 1975. സെമി ചന്തേരി സാരീസിൽ നെക്സ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്, സെയിം നേരത്തെ കാണിച്ച പിങ്ക് സാരിയുടെ കുറച്ചും കൂടെ കളർ ഡിഫറൻസ് ആണ് വരുന്നത്. ബേസ് ഷെയ്ഡ് ബേജ് തന്നെയാണ് വരുന്നത്. ഇതിലെ ജാംദാനി വീവിംഗ് വരുന്നത് ഓറഞ്ച് കളറിലെ വീവിംഗ് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഗ്രീൻ ബേജ് കോമ്പിനേഷനിലേക്ക് വരുന്ന ഓൾ ഓവർ ദ ബോഡി ഇതുപോലെ ഈ സാരിയിൽ ഈ വീവിംഗ് വരുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആൻഡ് ഫൈൻ ആയിട്ട് ചെയ്തിരിക്കുന്ന വീവിംഗ് ആട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ് ഈ സാരിക്ക് വരുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, വീവിങ്സ് തന്നെയാണ്, ത്രെഡ് വീവിങ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ആണ്. ഓറഞ്ച് ഷെയ്ഡില് ഇതുപോലത്തെ ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരിയാണ്. പിന്നെ സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്, പ്രൈസിംഗ് വരുന്നത് 1975. ജാംദാനി സാരീസിൽ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്, എല്ലാത്തിന്റെയും ബേസ് വരുന്നത് ബേജ് കളറാട്ടോ. ഇതിന്റെ വീവിങ്സിനാണ് ഡിഫറൻസ് വരുന്നത്. ഇതിന്റെ വീവിംഗ് കുറച്ചും കൂടി ഡിഫറെന്റ്. നേരത്തെ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വീവിംഗ് ആയിരുന്നു. ഇത് ഇതുപോലത്തെ വീവിംഗ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. ഓൾ ഓവർ ദ ബോഡി ഈ സെയിം വീവിംഗ് തന്നെയാണ് ഓൾ ഓവർ വരുന്നത് കേട്ടോ. നമുക്ക് ബോർഡേഴ്സിൽ മാത്രമല്ല വീവിംഗ് വരുന്നത്, ഓൾ ഓവർ ബോഡിയിലും ഈ സെയിം വീവിങ്സ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത്, പല്ലുവിന്റെ എൻഡിങ്ങിലായിട്ട് ഒരു ചെറിയ അതുപോലെ ഒരു ഗോൾഡൻ സാരി പോലെ വരുന്നുണ്ട് കേട്ടോ. എൻഡിങ്ങില് ടാസൽസ് ഉണ്ട്. ഇനി അതുപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് വരെ ഇങ്ങനെയാണ്. നല്ല ഒരു പീച്ച് കോമ്പിനേഷനിലേക്ക്, പീച്ചിന്റെ സെമി ചന്തേരിയാണ് ഇതിന് ഫാബ്രിക് വരുന്നത്. അതില് പീച്ച് ബ്രൊക്കേഡ്സ് ആണ് വന്നിരിക്കുന്നത്. പീച്ച് കളറിലെ ബേസ് കളർ, അതിൽ ബ്രൊക്കേഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ബ്ലൗസ് പീസിൽ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് നല്ല ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1975. ജാംദാനി വീവിംഗ് വരുന്ന സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ പ്രിന്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഈ തൊട്ട് മുൻപ് കാണിച്ച സെയിം സാരിയുടെ ഡിസൈൻ തന്നെയാണ്. അതിന് ഗ്രീനും ഓറഞ്ചും കളറിലെ ത്രെഡ് വീവിംഗ് ആണ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ത്രെഡ് വീവിംഗ് ആണ്. ബേജ് ആണ് ബേസ് കളർ വരുന്നത്. ഇനി ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പല്ലുവിന്റെ ബോർഡറിലായിട്ട് ഏറ്റവും എൻഡിങ്ങിലായിട്ട് ഒരു സറി വീവിംഗ് കൂടെ വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വരെ ഓറഞ്ച് കളറില് ബ്രൊക്കേഡ് വീവിംഗ് വരുന്ന ബ്ലൗസ് പീസ് ആണ് ഇതിന് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുത്തു പോവാം. ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. പ്രൈസിംഗ് വരുന്നത് 1975. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെമി ജൂട്ട് ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസ് ആണ്. ഇതിന്റെ ബേസ് ഫാബ്രിക് വരുന്നത് സെമി ജൂട്ട് ആണ്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ലൈൻസ് ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ഒരു പീച്ച് പിന്നെന്തൊരു മെഹന്തി ഗ്രീൻ ബേജ് കളറിലെ ലൈൻസ് ആണ് ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ ശരിക്കും പ്യോർ ജൂട്ടിന്റെ പോലെ ആട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഒരു ക്ലാസി ലുക്കാണ്. ഇനി ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ആ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്കാണ് പല്ലു വന്നിരിക്കുന്നത്. വിത്ത് ത്രെഡ് വീവിംഗ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ്
പല്ലുവിന്റെ സെയിം ഷെയ്ഡിലേക്ക് തന്നെ പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ്. മെറ്റീരിയൽ ആസ് സച്ച് ഇസ് ലൈക് പ്യുവർ ജൂട്ട് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്ലാസിനെസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സാരി ആട്ടോ ഇത് വരുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1975. സെമി ജൂട്ട് ഫാബ്രിക്കില് നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നല്ല ഒരു ഗ്രീൻ, ഗ്രേ ആൻഡ് ബേജ് കോമ്പിനേഷനിലേക്കാണ് ഇതിലെ ലൈൻസ് വന്നിരിക്കുന്നത് കേട്ടോ. സെമി ജൂട്ട് ആണ് ഇതിന്റെ ബേസ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഗ്രീൻ ഷെയ്ഡില് യെല്ലോ ത്രെഡ് വീവിങ്സ് ആണ് പല്ലുവിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരാം എങ്ങനെയാണ്? ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ട്രാൻസ്പെറന്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ലൈറ്റ്ലി ട്രാൻസ്പെറന്റ്. സെയിം ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്ത് അറിയൊന്നുമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരിയാണ്. പ്രൈസിംഗ് വരുന്നത് 1975. സെമി മൊഡാൽ സിൽക്കിന്റെ കുറച്ച് സാരീസ് ആട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. മൊഡാൽ സിൽക്ക് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കാണിച്ചാലും നമുക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു യൂട്യൂബ് വീഡിയോ പ്യുവർ മൊഡാൽ സിൽക്കിൽ ഇടാനുള്ള ആ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. എപ്പോൾ നമ്മളിപ്പോ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഇട്ടാലും അപ്പൊ തന്നെ പോകുന്ന സാരീസ് ആണ് പ്യുവർ മൊഡാൽ സിൽക്കിന്റെ സാരീസ്. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിൽ എന്നാൽ മൊഡാൽ സിൽക്കിന്റെ അതേ ടെക്സ്ചറിൽ വരുന്ന സാരീസ്, സെമി മൊഡാൽ സിൽക്കിൽ വരുന്ന കുറച്ച് സാരീസ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് വരുന്നത് സെമി മൊഡാൽ സിൽക്കിലെ സാരിയാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോർഡേഴ്സ് വരുന്നത് എങ്ങനെയാണ്? ഒരു ഷാഡോ പ്രിന്റ് പോലത്തെ ഡിസൈൻ ആണ്. ഇതിന്റെ രണ്ട് സൈഡിലുള്ള ബോർഡേഴ്സും എങ്ങനെയാട്ടോ വരുന്നത്? ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. അതില് ക്രീം കളർ, ഐ മീൻ ഓഫ് വൈറ്റ് കളറിലെ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് എങ്ങനെയാണ്? പല്ലുവിലെ പ്രിന്റുകൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മൊഡാൽ സിൽക്കിന്റെ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉടുക്കാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര തണവുള്ള സാരി ആയിരിക്കും. ഇതിന്റെ ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ ആണ്, പ്ലെയിൻ വിത്ത് ബോർഡേഴ്സ് ആണ് വരുന്നത്. ഈ സൈഡിൽ ബോർഡേഴ്സ് ഉണ്ട്, പ്ലെയിൻ വിത്ത് ബോർഡേഴ്സ് ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാരിയാണ്. ഒട്ടും തോന്നില്ല, അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ഉടുക്കാൻ സുഖമുള്ള ടൈപ്പ് ഓഫ് സാരിയാണ് വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്? 1895. സെമി മോഡൽ സിൽക്ക് സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻസ്, എല്ലാത്തിനും ഡിസൈൻസ് ഡിഫറെന്റ് ആണ്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ പ്രിന്റുകളാണ് വരുന്നത്. ഇതിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ബോർഡർ ആണ് രണ്ട് സൈഡിലേക്കും വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ പല്ലുവിലെ പ്രിന്റ് വന്നിരിക്കുന്നത്. ബ്ലൗസ് വരാം പ്ലെയിൻ വിത്ത് ബോർഡേഴ്സ്, പ്ലെയിൻ അല്ല സോറി, ഷാഡോ പ്രിന്റ് ആണ് ഇതിന്റെ ബ്ലൗസ് പീസിൽ വരുന്നത്. വിത്ത് ബോർഡേഴ്സും ഉണ്ട് കേട്ടോ, ഒരു സൈഡിലും ബോർഡേഴ്സും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ഭയങ്കര തണവ് ഫീലിങ്ങും അതുപോലെ തന്നെ നല്ല ഒഴുകി കിടക്കുന്ന ടെക്സ്ചർ. നമുക്ക് ചൂടൊന്നും എടുക്കില്ല, നല്ല സുഖമായിട്ട് പെട്ടെന്ന് കൊടുത്തു പോകാൻ പറ്റിയ സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1975. സെമി മോഡൽ സിൽക്ക് സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക്, നല്ല പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഡിസൈൻ ആണ്. ഇനി ഇതിന്റെ രണ്ട് ബോർഡേഴ്സും വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബോർഡേഴ്സ്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ഗ്രീനും ബ്ലാക്കും അതുപോലെ തന്നെ ഒരു പീച്ച് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ പല്ലുവിലേക്ക് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ പ്രിന്റഡ് ആയിട്ടുള്ള വിത്ത് ബോർഡേഴ്സ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരിയാണ്. ഈ ഗ്രീൻ സാരിയുടെ പ്രൈസിംഗ് വരുന്നത് 1950 ആണ്. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതൊരിക്കൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്.